നമസ്കാരം. അടിയും വാങ്ങി അടിച്ചു നനച്ചു കുളിച്ച് അലറി വിളിച്ചു കൊണ്ട് നിൽക്കുന്ന SFI പൈതങ്ങളെ നോക്കി ഒരു വല്യേട്ടനെ പോലെ റഹീമിക്ക ഗർജിച്ചു. ഇരിക്കടാ അവിടെ. അപ്പോൾ റഹീമിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു, രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു, ആത്മരോഷത്താൽ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കശേരുക്കൾ കൂട്ടിമുട്ടി തീപാറി. SFIക്കാരൻ്റെ സമരം നിയന്ത്രിക്കാൻ DYFIയുടെ അഖിലേന്ത്യാ നേതാവ് ഇറങ്ങിയത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള പാർട്ടി സെക്രട്ടറി കൂടിയാണല്ലോ. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആഹ്ലാദമൊക്കെ ഇങ്ങനെയാണ് കലാശിക്കുന്നതെങ്കിൽ സങ്കടം എങ്ങനെയായിരിക്കും? നാടും നഗരവും ഭരണവും എല്ലാം പോയാലെന്താ, സർവകലാശാല കിട്ടിയല്ലോ. അടി വാങ്ങി കുളിയും കഴിഞ്ഞ് കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ എന്ന്. ഞങ്ങൾ നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ട് മക്കളെ. അതിൻ്റെ കൂലിയാണല്ലോ അങ്ങോട്ട് തന്നത്. അത് മേടിച്ച് കാരണവന്മാർ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. പിള്ളേരുടെ തിളപ്പിന് കുറവ് വരുന്നില്ല. സർവകലാശാല പിടിച്ചെടുക്കുന്നതിൽ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ മക്കളെ? കേരളം മുഴുവൻ കയ്യിൽ നിന്നും പോയില്ലേ? എന്നിട്ട് പിണറായി വിജയൻ സഹിക്കുന്നു. പിന്നല്ലേ ഇത്? കഴിഞ്ഞ 10 വർഷം വെറുതെ ഇരുന്ന് നേതാക്കളുടെ ശരീരമെല്ലാം നെയ്ക്കുമ്പളങ്ങ പോലെയായി. ഇനിയുള്ള 5 വർഷം സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും. കുറേ പുറങ്ങൾ പൊളിയാനുണ്ട്. 10 വർഷം നിങ്ങളുടെ അടിമകളായി സേവിച്ചു നിന്ന ഗതികെട്ട പോലീസുകാർ ആ പക പുറത്ത് തീർക്കാതിരിക്കില്ല. അടിമകളുടെ മക്കളാണല്ലോ തെരുവിൽ കിടന്ന് തല്ലുവാങ്ങുന്നതെല്ലാം. ഈ അടിസീൻ കണ്ട് നേതാക്കന്മാരുടെ മക്കളൊക്കെ അണ്ടിപ്പരിപ്പും തിന്ന് കുങ്കുമപ്പൂ ഇട്ട പാലും കുടിച്ച് വീട്ടിലിരിക്കുകയാണ്. റഹീം എത്രയൊക്കെ തീപാറുന്ന ശബ്ദത്തിൽ ആജ്ഞാപിച്ചിട്ടും പിള്ളേര് ഇരുന്നില്ല. അവരെ അങ്ങനെ ഇരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. കിരീടം സിനിമയിൽ അച്യുതൻ നായർ മകനോട് പറയും പോലെ കത്തി താഴെ ഇടടാ എന്ന ഭാവമായിരുന്നു റഹീമിന്. കല്യാണം കഴിഞ്ഞ് 2ഉം 3ഉം പിള്ളേരുള്ളവന്മാരാണ് ഇപ്പോഴും SFI ആണെന്ന് പറഞ്ഞ് സമരത്തിലിരിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷമായി നനയും കുളിയും ഒന്നുമില്ലായിരുന്നു. ഇനി പതിവായി ഇറങ്ങും ഓസിന് ജലപീരങ്കിക്ക് മുമ്പിൽ നിന്ന് അടിച്ചു നനച്ച് കുളിക്കാൻ. എങ്ങനെ ജലപീരങ്കി ഉപയോഗിക്കണമെന്നും അതിൻ്റെ ദിശ എങ്ങനെ വേണമെന്നുമൊക്കെ റഹീം പോലീസിനെയും മറ്റും പഠിപ്പിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ മൂത്ത സഖാക്കന്മാർ ഇരിക്കട അവിടെ എന്ന് പറഞ്ഞാൽ അണികൾ അപ്പോൾ തന്നെ നിലത്തിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇടഞ്ഞ കൊമ്പനെ തളയ്ക്കുന്നതിനേക്കാൾ പ്രയാസമാണ് SFIക്കാരെ മെരുക്കിയെടുക്കാൻ. SFIയുടെ വലിയ നേതാവായ ശിവപ്രസാദിനും മർദ്ദനമേറ്റു. ആ ചെറുപ്പക്കാരൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിന്ന് കത്തുകയാണ് പതിവ്. ജലപീരങ്കിക്കാർ വരെ ജീവനും കൊണ്ട് ഓടുമായിരുന്നു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു SFI. ഇതിനിടയിലാണത്രേ കല്ലേറുണ്ടായത്. കഴിഞ്ഞ 10 വർഷം കോമയിലായിരുന്ന കടന്നൽ കൂട്ടങ്ങൾ ഇനി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്കിനി ജീവിതമെന്നാൽ സമരമാണ്. SFI കേരള സർവകലാശാലയിൽ നേടിയ 35 സീറ്റിനോടൊപ്പം നിയമസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ 35 സീറ്റ് കൂടി ചേർത്താലും 70 ആകുന്നുള്ളൂ. BJPയുടെ 3 സീറ്റ് കൂടി കൂട്ടിയാൽ 73 ആകും. അപ്പോഴും കേരളം ഭരിക്കാൻ കഴിയില്ലല്ലോ മക്കളെ. ഇപ്പോൾ കമ്മികൾ നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, SFI ഇനിയും പഴയതുപോലെ ആയിരിക്കില്ല. ഭരണത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിയമത്തെ അനുസരിച്ച് ജീവിച്ചത്. ഇനി അവർക്ക് നിയമമില്ല, മാടായി മാടനെ പോലെയാണ്. SFIക്കാർ അവിടെ ഇരിക്കണമെന്ന് AA റഹീം എത്ര തവണയാണ് കൈ ചൂണ്ടി ആജ്ഞാപിച്ചത്. എന്നിട്ട് ഒരൊറ്റ ഒരുത്തൻ കേട്ടോ? SFIക്കാർ അവിടെ ഇരുന്നിട്ട് വേണം ഇലയിട്ട് പുഴുക്ക് വിളമ്പാൻ. വളരെ സമാധാനപരമായി പ്രകടനം നയിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലീസ് തല്ലിച്ചതച്ചു എന്നൊക്കെയാണ് റഹീം സങ്കടപ്പെടുന്നത്. ജലപീരങ്കി ഇങ്ങോട്ടാണ് അടിക്കേണ്ടത്, അങ്ങോട്ടല്ലേ? നിങ്ങളെ കണ്ടല്ലേ ജലപീരങ്കി എങ്ങനെയാണ് കിടക്കുന്നത്? ജലപീരങ്കി ഏകപക്ഷീയ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അല്ല അടിക്കണ്ടേ? ഇനിയും ചതയാനിവന്മാരുടെ ചന്തി ബാക്കി. ഇവിടെ സംഘർഷമുണ്ടാക്കിയതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം പോലീസിനാണെന്നാണ് റഹീം പറയുന്നത്. SFIയുടെ വനിതാ സഖാക്കൾക്കുൾപ്പെടെ പരിക്ക് പറ്റിയത്രേ. രാത്രിയായാലും പെൺപിള്ളാരെ വീട്ടിൽ പറഞ്ഞു വിടരുത്, തെരുവിൽ കിടന്ന് തല്ലുമേടിക്കാൻ നിർത്തിയേക്കണം. അല്ല റഹീം, ഈ കേരള പോലീസൊക്കെ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ SFIക്കാരെ കണ്ടാൽ അവന്മാർക്ക് തിരിച്ചറിയാതായി. പണ്ടൊക്കെ ആണെങ്കിൽ പോലീസ് SFIക്കാരെ കുണുവാവുകളെ പോലെയായിരുന്നു താലോലിച്ചു കൊണ്ടിരുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ മുൻപ് രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ മറ്റവന്മാർ അനുകരിക്കാതിരുന്നാൽ മതി. ഒന്നാലോചിച്ചാൽ റഹീമിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കണം, DYFIയുടെ അഖിലേന്ത്യാ കാര്യങ്ങളെല്ലാം നോക്കണം, രാജ്യസഭയിൽ പോയി തിളയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തണം, ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകളെ രക്ഷിച്ചു കൊണ്ടുവരണം, കർണാടകയിൽ പോയി ഒഴിപ്പിക്കലിനെതിരെ സിദ്ധരാമയ്യയെ പാഠം പഠിപ്പിക്കണം. അതും പോരാഞ്ഞിട്ടാണ് SFIയുടെ സമരത്തെ നിയന്ത്രിക്കാനുള്ള ചുമതല കൂടി. ഒരു സമരമുഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനുള്ള ക്ലാസും എടുത്തിട്ടാണ് റഹീം ശാന്തനായി മടങ്ങിപ്പോയത്.
അല്ല റഹീമെ, കഴിഞ്ഞ കുറേ കാലമായി യുവജന സമരങ്ങളെ നിങ്ങളുടെ പോലീസ് നേരിട്ടത് എങ്ങനെയായിരുന്നു? ഇപ്പോഴെന്തിനാണ് ഇത്തരം വിറയൽ? ഇനിയും ഒരുപാട് തല്ല് വാങ്ങിക്കൂട്ടാനുള്ളതാണ്. സമരവും സംഘർഷങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വയറ്റിപ്പിഴപ്പാണല്ലോ. ഇനി ആകാശത്തുകൂടി പോകുന്ന അടിവരെ ഈ റഹീം പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കും. അധികാരത്തിൻ്റെ തിളപ്പിൽ ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ തിരിച്ചടി വാങ്ങുക എന്നത് കാലത്തിൻ്റെ ഒരു നീതിയാണ്. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ പോലീസ് മൃഗീയമായി ലാത്തിചാർജ് നടത്തുകയും ഗൺമാന്മാർ പത്തലുകൊണ്ട് അടിക്കുകയും ചെയ്തപ്പോഴൊന്നും ഈ റഹീമിന് അനക്കമുണ്ടായിരുന്നില്ല. യുവജന സമരങ്ങളെ ഇങ്ങനെയല്ല പോലീസ് നേരിടേണ്ടതെന്ന് എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ നേതാവ് പാർട്ടിയോട് പറയാതിരുന്നത്? ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്താകുമ്പോഴും അലമ്പുണ്ടാക്കുക എന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതിയാണ്. ലുട്ടാപ്പി മുതൽ പിണറായി വരെയുള്ളവരുടെ സംസാരവും പ്രകടനങ്ങളുമാണ് ഈ പാർട്ടി ഇത്രയും അധപ്പതനത്തിൽ എത്താൻ കാരണം. ഇടയ്ക്ക് ഒരു ഗോവിന്ദനും. ഭരണം പോയിട്ട് 2 ആഴ്ച ആയപ്പോഴേക്കും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് വാടക വീട്ടിൽ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് കൂടി വരണമായിരുന്നു രാത്രിയിൽ ഈ സമരമുഖത്തേക്ക്. ഒരു ദൃക്സാക്ഷി പറഞ്ഞത്, അവിടെ പൊരിഞ്ഞ അടി നടക്കുമ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം പെൺകുട്ടികളുടെ ചുരിദാർ ഷാളിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. എല്ലാം കഴിയുമ്പോൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇരിക്കുന്ന നേതാക്കന്മാർ ആശുപത്രി സന്ദർശിക്കും. ശരിക്കും തല്ലുകൊണ്ടവന്മാർ കൊട്ടൻ ചുക്കാതിയും മുറിവെണ്ണയും ഇട്ട് തടവി വീട്ടിൽ പോയിരിക്കും. സമരത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ശിവപ്രസാദ് സാറ് നേരത്തെ തന്നെ തല്ലു വാങ്ങിച്ച് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. ഗോവിന്ദനും MP ജയരാജനും പോയി ആ പാവത്തിനെ തലോടുന്നതും ആശ്വസിപ്പിക്കുന്നതുമായ രംഗം കണ്ണീരോടെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും. ഗോവിന്ദനും ജയരാജനും ഇരു കൈത്തണ്ടകളും പിടിച്ചു നോക്കുന്നുണ്ട്. മുറിവിൻ്റെയും ഒടിവിൻ്റെയും ആഴമളക്കുകയാണ്. SFIക്കാർക്ക് തല്ലുകൊണ്ട രീതികളൊക്കെ നാളെ MP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അഭിനയിച്ച് കാണിക്കും. സമരമുഖങ്ങളിലെല്ലാം ഇപ്പോൾ ഗോവിന്ദൻ സജീവമായിരിക്കുകയാണ്. തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടുകയും ചോരച്ചാലുകൾ നീന്തിക്കയറുകയും ചെയ്ത SFIക്കാർ ഇങ്ങനെ കൈത്തണ്ടയ്ക്ക് 2 അടി മേടിച്ചപ്പോഴേ തളർന്ന ആശുപത്രിയിലായാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്താകും? ചുപ്രപതാക പിടിക്കേണ്ട ശിവപ്രസാദിൻ്റെ കൈക്കാണ് അടിയേറ്റത്. ഇതിനൊക്കെ ഞങ്ങൾ പകരം ചോദിക്കുമെന്നാണ് SFIക്കാർ ഇപ്പോൾ പറയുന്നത്. സത്യത്തിൽ ഭരണം മാറിയതും പിണറായി കൂടൊഴിഞ്ഞു പോയതും ഒന്നും ഈ SFI പിള്ളേര് അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. ആ ഫ്രാഡ് ശശിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും പോലീസ് എന്നാണ് ഈ പാവങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വന്തം മക്കളെ SFI എന്ന പ്രസ്ഥാനത്തിന് ദാനം ചെയ്യുന്ന രക്ഷിതാക്കൾ ഓർത്തുകൊള്ളുക. നേതാക്കന്മാരുടെ ഒന്നും മക്കൾ തെരുവിൽ അടികൊള്ളാനും തല്ലുവാങ്ങാനുമില്ല. അവരുടെയൊക്കെ ഭാവി മുഴുത്ത നേതാക്കന്മാർ ഭാസുരമാക്കിയിട്ടുണ്ട്. അവർ മുതലാളിമാരുടെ കമ്പനികളിൽ CEO-മാരായി ജോലി ചെയ്യുകയാണ്. CPM നേതാക്കൾ രാഷ്ട്രീയം വളർത്താൻ ഈ കുട്ടികളെ വീണ്ടും കരിവാക്കുകയാണ്. ഡബിൾ റഹീമും റിയാസും പിന്നിട്ട ദൂരമൊന്നും നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. റഹീമിൻ്റെയൊക്കെ രാഷ്ട്രീയ നിലവാരം നോക്കുമ്പോഴറിയാം പിന്നാലെ കൂടിയവന്മാരുടെ അവസ്ഥ. നേരം വെളുത്താലും കണ്ണു കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളതാണ് CPM-ൻ്റെ മഹാഭാഗ്യം. അന്ന് പോലീസിൻ്റെ ലാത്തിചാർജിനെ പറ്റിയും ഗൺമാന്മാരുടെ ഗുണ്ടാവിളയാട്ടത്തെപ്പറ്റിയും ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞത് കേൾക്കുന്നില്ലേ? എനിക്ക് ആ ദൃശ്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല. തെരുവിൽ അഴിഞ്ഞാടാനിറങ്ങിയ അക്രമികൾക്ക് നേരെ പോലീസ് നടത്തിയ ഒരു ചെറിയ രക്ഷാപ്രവർത്തനം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. പാർട്ടിയുടെ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു കിട്ടണമെങ്കിൽ പാർട്ടി നിരന്തരം ആക്രമിക്കപ്പെടുന്നു എന്നൊരു ബോധം അണികളിൽ ഉണ്ടാക്കണം. അതിനുള്ള തന്ത്രമാണ് തിരുവനന്തപുരത്തെ തെരുവുകളിൽ ഇന്നലെ കണ്ടത്. കുട്ടി സഖാക്കളെ കൊണ്ട് ചുടുചോറ് വാരിച്ച് ആ പരിപാടിക്ക് അവർ തുടക്കമിട്ടിരിക്കുകയാണ്. 5 വർഷത്തിനിടയിൽ 10 രക്തസാക്ഷികളെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു 5 വത്സര രക്തസാക്ഷി പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്.